നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനീഷേട്ടാ, അനീഷേട്ടന് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടും. മഞ്ജേച്ചി, ചേച്ചിനെ അനീഷേട്ടനെ വിഷമിപ്പിക്കരുത് കേട്ടോ. നമ്മളൊരു പുതിയ അന്തരീക്ഷത്തില് പുതിയ വീട്ടിലൊക്കെ താമസിക്കാൻ എത്തിയതല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാം താളത്തിലാവാൻ സമയമെടുക്കും. ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങാൻ നോക്ക്. ഹായ് ഏഞ്ചലേ, ഏഞ്ചൽ, ഏഞ്ചലേ, ഏഞ്ചലേ, കുട്ടാ, ഏഞ്ചൽ എന്നെ കാണാൻ വന്നാണോ? എനിക്കിപ്പോ എവിടെയാ ജോലി കുട്ടാ? ആണോ? ഹായ്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ആ, ഓ, കുട്ടൻ എങ്ങനെയാ ഇവിടെ വന്നേ? ഞാൻ കാറിലാ വന്നേ. ആരാ കുട്ടനെ ഇവിടെ കൊണ്ടുവന്നത്? കുട്ടൻ ആരുടെ കൂടെ വന്നേ? ഞാൻ അമ്മയുടെ കൂടെ വന്നേ. അമ്മയുടെ കൂടെയാണോ വന്നേ? ഏഞ്ചലേ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ വാ ഏഞ്ചലേ, ഇവിടെ ഇവിടെ ഇരിക്ക. നീങ്ങിരിക്ക്, നീങ്ങിരിക്ക്. അയ്യോ അവിടെ വീടല്ലേ. വാ വാ ഇരിക്ക് ഏഞ്ചലേ. ഹായ്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാം. അയ്യോ, ക്ലാസ് റൂമില് വർത്താനം പറയാൻ പാടില്ല. അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് വരയ്ക്കാം. ദാ, വരയ്ക്ക്. അല്ല, അതെനിക്ക് ഏഞ്ചലിനെ വരയ്ക്കണ്ടേ? ആണോ? വരയ്ക്കട്ടെ, വരയ്ക്കട്ടെ. ആ, ഋഷിയെ കാണുന്നില്ലല്ലോ. എന്താ വൈകുന്നേ? ഗോപിക, ഓ, എത്തിയല്ലോ. എന്താ വൈകിയത്? ഇന്നലെ ഞാനും ഇവിടെ വന്ന് പോസ്റ്റ് ആയിരുന്നല്ലേ. ഇന്നും താൻ അതുപോലെ വരാൻ വൈകുമെന്ന് കരുതി. ഇന്നലെ എനിക്ക് റെസ്റ്റോറന്റിനെ കുറിച്ച് വലിയ പിടുത്തുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ വൈകിയത്. ഇന്നിപ്പോ ഞാൻ ഓക്കെയാണ്, അതുകൊണ്ടല്ലേ നേരത്തെ എത്തിയത്. ആ, അതെന്തായാലും നന്നായി. അതെ ഋഷി, എനിക്ക് ഋഷിയുടെ ഒരു വിശേഷം പറയാനുണ്ട്. എന്താ? ദാ, അല്ല, ഇതെന്താ? ഓപ്പൺ ചെയ്ത് നോക്ക്. ഇന്നലെ അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഇല്ലേ, അതിൽ ഞാൻ പാസ്സായി. എനിക്ക് ജോലി കിട്ടി. അതെന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഓ, അത് ശരി. ഇന്നലെ ഞാൻ ഇതുപോലെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നപ്പോ താൻ അത് വലിച്ചേറി കളഞ്ഞു. എന്റെ കമ്പനിയിലെ ജോലി താൻ നിരസിച്ചു. എന്നിട്ടിപ്പോ വേറൊരു കമ്പനിയിൽ ജോലി കിട്ടിയ എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് വന്നിരിക്കുക. ഇത് ഞാൻ അംഗീകരിച്ച് തന്നെ അഭിനന്ദിക്കുന്നാണോ താൻ കരുതിയിരിക്കുന്നത്? നോ, നെവർ ബേബി, നെവർ. അതെ, കീറി കളഞ്ഞു. മര്യാദയ്ക്ക് എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തോ, അതാ തനിക്ക് നല്ലത്. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം എന്നോട് കാണിക്കരുതേ. സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ പേരിലുള്ള ഒരു ഔദാര്യം എനിക്ക് വേണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. ഋഷി കാണിച്ചത് വളരെ മോശമായി പോയി. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ലാതെ ഞാൻ എങ്ങനെയാ? ബഹളം കൂട്ടാതെ. തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ തനിക്ക് കിട്ടിയാ പോരെ? ഇതാണ് തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. എടോ, തന്നെ ഞാൻ പറ്റിച്ചാടോ? ഞാൻ കരുതി. എടോ, താനൊന്ന് മനസ്സിലാക്കണം. ഞാൻ മറ്റാണുങ്ങളെ പോലെ അല്ല. എന്റെ പെണ്ണിന്റെ മികവ് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. നിന്നെ ഞാനുണ്ടല്ലോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? താൻ എന്തിനാണോ ഇങ്ങനെ തല്ലുന്നേ? ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലോടോ. ഏത്? ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, എന്ത് പറ്റി ഋഷി? മുത്തശ്ശിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേന, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് ഉടനെ അവിടെ എത്തണം. ഞാൻ ഇറങ്ങുവാ. സോറി ഗോപിക. ശരി ശരി, ഋഷി പോയിക്കോ.
അത് കൊള്ളാം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആളല്ലേ, എന്നിട്ട് പുറത്ത് മൊത്തം കറങ്ങിയിട്ട് വന്നേക്കുന്നു. ഇതുവരെ ജോലിയും കിട്ടിയില്ല. ഇടി അലഞ്ഞത് മാത്രം മിച്ചം. മുട്ടാവുന്ന വാതിലുകൾ മുഴുവൻ മുട്ടി. ഒരു വാതിലെങ്കിലും തുറക്കണ്ടേ? എല്ലായിടത്തും നോ വേക്കൻസി. ഇവിടെ ഒരു ജോലി ഒപ്പിച്ചെടുക്കുന്നത് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല. അത് നീ ഈ വീടിനകത്തിരുന്ന് പറഞ്ഞാൽ മതിയോ? പിന്നെങ്ങനെയാ ദേവിക്ക് ജോലി കിട്ടിയേ? അവൾക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ ജോലി കിട്ടിയല്ലോ. ഗോപിക ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുക. ഉടനെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവളും പറയുന്നത്. ഇടി അതൊക്കെ ഓരോരുത്തരുടെ തലവര. ഓ, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പുഷ്പം പോലെ ജോലി ഒപ്പിച്ചെടുക്കുമ്പോ എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു വരാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ദേ മഞ്ജു, ആകെ വട്ടുപിടിച്ച മട്ടിലാ ഞാൻ നിൽക്കുന്നേ. നീ ആയിട്ട് എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ എന്റെ മെക്കെട്ട് കയറുന്നേ? ആണുങ്ങളായാലേ എന്ത് നേടിയെടുക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ പെണ്ണുങ്ങൾ ഈസി ആയിട്ട് ജോലി ഒപ്പിച്ചെടുക്കുമ്പോ വേലയും കൂലിയും ഇല്ലാതെ നിങ്ങൾ തേരെ പാര അലയുന്നത് മാനക്കേട് തന്നെയാ. എടി ചെന്ന് കയറി ഉടനെ ജോലി എടുത്തരാൻ വേണ്ടി അച്ഛൻ കൊണ്ട് വെച്ചേക്കുന്ന. ദേ, വെറുതെ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. ഒരു പെണ്ണ് കെട്ടിയാലേ ആ പെണ്ണിനെ ജോലി എടുത്ത് പോറ്റാനുള്ള പ്രാപ്തി ആ കെട്ടുന്നവനുണ്ടായിരിക്കണം. ദേ മഞ്ജു, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ സിറ്റിയിലേക്ക് ഇപ്പൊ കെട്ടിയെടുത്തോണ്ടാ ഉണ്ടായിരുന്ന ജോലി കൂടെ പോയത്. അതിനാരും ഉത്തരവാദി? ഞാനാണോ? പിന്നെ ഞാനാണോ? എനിക്കതൊന്നും അറിയണ്ട. ജീവിക്കണമെങ്കിലേ പണം വേണം. അതിന് നിങ്ങൾ ജോലി കണ്ടെത്തിയേ മതിയാവും. എടി, ഞാനെന്താ മനപ്പുറം ജോലി വേണമെന്ന് ഇരിക്കണോ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താടാ? എന്താ നിഷേട്ടാ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പ്രശ്നമെന്ന്? എടാ, എന്തിനാ നീ ഒച്ചയെടുത്തത്? ദേ ഇവളെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഭ്രാന്ത് പിടിപ്പിക്കേ? എന്തിന്? എനിക്ക് ജോലി ആയില്ലല്ലോ, അതിന്റെ കാരണം. അതെ, ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞാ അതത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ഞാനും അഞ്ജിതയും കൂടി ഇവക്ക് ജോലി കിട്ടാൻ വേണ്ടി എത്ര പരിശ്രമിച്ചു, എന്നിട്ട് കിട്ടിയോ? പക്ഷെ ദേവികയ്ക്കും ഗോപികയ്ക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അതിന്റെ കുട്ടൻസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ പ്രത്യേകിച്ച് ഗുട്ടൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് പ്രയത്നം കൊണ്ടും ജോലി കിട്ടി. അതിന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യാനൊന്നും വരണ്ട. ഞാൻ എന്ത് ദുർവ്യാഖ്യാനം ചെയ്തു? ഇതിന് പിന്നെ ദുർവ്യാഖ്യാനം നല്ലതേ. നിർത്തിട്ട് ഗോപോ, ഇവിടെ ഇപ്പൊ ഈ വക സംഭാഷണത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ വിദ്യാഭ്യാസത്തിനും കഴിവിനും അനുസരിച്ച് ജോലി ലഭിക്കും. അതിന്റെ പേരിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലക്സിന്റെ ആവശ്യമൊന്നുമില്ല. അനീഷേട്ടന് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടും. മഞ്ജു ചേച്ചിനെ അനീഷേട്ടനെ വിഷമിപ്പിക്കരുത് കേട്ടോ. നമ്മളൊരു പുതിയ അന്തരീക്ഷത്തില് പുതിയ വീട്ടിലൊക്കെ താമസിക്കാൻ എത്തിയതല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാം താളത്തിലാവാൻ സമയമെടുക്കും. ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങാൻ നോക്ക്. ഗോപു മോളെ വാ 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 മോളെ. അനീഷ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഒരു രാത്രി കൊണ്ട് ലോകം അസ്തമിക്കൊന്നുമില്ലല്ലോ. നീ വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.